ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു another വീഡിയോ. ഇന്ന് നമ്മളോടത്തിലുള്ളത് നമ്മുടെ സ്കോർപിയോയുടെ 2010 ഇറങ്ങിയ ഗെറ്റവേ ആണ്. ഈ മോഡൽ 2010 മോഡലാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ 2.6 SC CRDE എഞ്ചിനാണ് വരുന്നത്. CRDE എഞ്ചിൻ എന്താണ്? CRDE എന്ന് വെച്ചാൽ കോമൺ റെയിൽ ഡീസൽ എഞ്ചിൻ എന്ന് പറയും. അപ്പോൾ ഈ കോമൺ റെയിൽ ഡീസൽ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് കോമൺ റെയിലിൻ്റെ സംഭവം വരുന്നത് ഒരു 1990 കാലഘട്ടത്തിലാണ്. ആദ്യം അത് നമ്മുടെ ബോഷൊക്കെയാണ് അപ്പം ഇത് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മഹേന്ദ്ര ഇത് അഡാപ്റ്റ് ചെയ്തതും. മഹേന്ദ്രയുടെ വണ്ടികളിൽ ഒരുമിക്ക ആ സമയത്ത് ഇറങ്ങിക്കുന്ന ബൊലേറോ, പിന്നെ നമ്മുടെ താർ അങ്ങനത്തെ ഉള്ള വണ്ടികളും, പിന്നെ മെയിൻലി സ്കോർപിയോയ്ക്ക് അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കോമൺ റെയിൽ ഡയറക്റ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് ഓവറോൾ സ്മൂത്ത്നെസ്സും വണ്ടിയുടെ എഫിഷ്യൻസിക്കൊക്കെ വേണ്ടി അവർ ചൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ പ്രഷറിൽ പ്രിസൈസ് ആയിട്ടുള്ള ഫ്യൂവൽ കമ്പഷൻ ചേമ്പറിലേക്ക് എത്തിക്കാൻ പറ്റും. അതായിരുന്നു ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് വരുന്നത് ഈ കോമൺ റെയിൽ സിസ്റ്റത്തിൻ്റെ. 1990 ബോഷ്, ജർമ്മൻ മൾട്ടിനാഷണൽ കമ്പനി, അപ്പോൾ അവരാണ് ആദ്യം ഇത് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവരാണ് ഇതിൻ്റെ മെയിൻ ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പക്ഷേ ഇത് ഏർലിയസ്റ്റ് 20th സെഞ്ച്വറിയിലാണ് ഇത് കണ്ടുപിടിക്കാൻ തുടങ്ങിയെങ്കിലും ലേറ്റസ്റ്റ് 20th സെഞ്ച്വറിയിലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. ആ സമയത്ത് ഫിയറ്റും പിന്നെ ബെൻസും അങ്ങനെ ഒരുമിക്കവരും ഇത് എഞ്ചിൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് മഹീന്ദ്ര ഇത് ഷെയർ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ അഡ്വാൻറ്റേജ്, കാരണം ലെസ് ഫ്യൂൽ എമിഷനാണ് വരുന്നത്, പിന്നെ നല്ല രീതിയിൽ പെർഫോമൻസ് തരുന്നുണ്ട്, ലോ എൻഡിൽ നല്ല രീതിയിൽ ടോർക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അങ്ങനെയാണ് മഹീന്ദ്ര ഇതിനെ ആ സമയത്ത് ബുദ്ധിപരമായി അഡാപ്റ്റ് ചെയ്യുന്നത്. ഈ കിടക്കുന്ന വണ്ടി 2.6 ലിറ്റർ ഇൻലൈൻ 4 നമ്മൾ ഇത് പറഞ്ഞ SC CRDE എഞ്ചിനാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് വരുമ്പോൾ ഇതൊരു 120 HP-യും 250 Nm ടോർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് അത് 2.2 ആയി. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അതിന് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് 2006 കഴിഞ്ഞു, പിന്നെ 2010 ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഇത് ഭയങ്കര സക്സസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അത്രയും ഭയങ്കര സക്സസ് അല്ല. പക്ഷേ ഈ വലിയ രാജ്യങ്ങളിൽ ഭയങ്കര രീതിയിൽ ഇപ്പോഴും ഇതിൻ്റെ പുതിയ മോഡൽസൊക്കെ നല്ല രീതിയിൽ സെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തുന്നുണ്ട്. ഹായ് പ്രദീപ്. ഹായ് കാ, വെൽക്കം. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി. എൻ്റെ പേര് അജ്മൽ എന്നാണ്. ഞാൻ ഓട്ടോമോട്ടീവ് ഫീൽഡ് തന്നെയാണ്. ആദ്യം നമ്മുടെ ഒരു വണ്ടി നമ്മൾ വോൾവോ നമ്മൾ ചെയ്തിരുന്നു. അത് കേരളത്തിൽ നിന്നാണ് നമ്മൾ ഓട്ടോമോട്ടീവിലേക്ക് കടന്ന സമയത്ത് ആദ്യത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇക്ക നമ്മുടെ വണ്ടിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നല്ല റീച്ച് ആയിരുന്നു. അത് അത്യാവശ്യം നല്ല റീച്ച് ആയിരുന്നു. ഇക്ക അപ്പോൾ നമ്മുടെ സ്കോർപിയോനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇത് എന്നാണ് എടുക്കുന്നത്? അത് കഴിഞ്ഞിട്ട് എന്താണ് ഫസ്റ്റ് ഇത് എടുത്തത്? എന്തെങ്കിലും ആഗ്രഹത്തോളായിരുന്നു? ഇത് എടുത്ത തന്നെ ഇത് 4 വീൽ ഡ്രൈവ് വണ്ടിയാണ്. ഇത് ഓൾറെഡി ഇത് പ്രൈവറ്റ് വണ്ടികൾ കുറവാണ്. നിങ്ങൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സെയിലിനെ ബാധിക്കാൻ കാരണം തന്നെ ഇത് പ്രൈവറ്റിൽ വണ്ടി കൊടുത്തില്ല എന്നുള്ള റീസൺ കൊണ്ടാണ്. വളരെ കുറച്ച് വണ്ടികളെ പ്രൈവറ്റിലുള്ളൂ. അതിൻ്റെ കൂടെ ഇത് 4 വീൽ ഡ്രൈവ് ആണ്. അതുകൊണ്ടാണ് ഇതിനോട് പാഷൻ കൂടി. ഞാൻ അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകുന്ന ആളാണ്. അതിൻ്റെ ഇത് മാത്രമല്ല ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അപ്പം ഇപ്പോൾ ഈ ഒരു ഫീൽഡിലായി കുറേ നാളായിട്ടില്ലേ? കുറേ നാളായിട്ടുണ്ട്. ഒരുമിക്ക എല്ലാ വണ്ടികളും ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എടുത്തിട്ട് കൊടുക്കണമെന്നുള്ള വിചാരിച്ചെടുത്തായിരുന്നോ? ഇത് കൊടുക്കണമെന്ന് വിചാരിച്ചല്ല. കാര്യം ഇത് സ്കോർപിയോ CRDE എഞ്ചിന്, ഇതിന് പണികളൊന്നും വരാനില്ല. നമ്മളിപ്പം വേറെ ഏത് വണ്ടി എടുത്താലും ഓഫ് റോഡിൽ പോയാലും വർക്ക് വന്നാലും എല്ലാം അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഫോർച്യൂണർ, പജേറോ എന്നൊക്കെ പറഞ്ഞാലും ഇതിനൊക്കെ മേയിച്ചുകൊണ്ട് നടക്കൽ ഇച്ചിരി പാടാണ്. പക്ഷേ ക്രൈസുള്ളവരായി കൊണ്ട് നടക്കും. പക്ഷേ ഇതിലൊന്നും നഷ്ടപ്പെടാനില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ഇതെടുത്ത് കംപ്ലീറ്റ് ആദ്യം റീസ്റ്റോർ ചെയ്ത് ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതായിരുന്നു. പിന്നീട് ചെയ്ത് വന്നപ്പം പിന്നെ കൂടുതൽ ഇത് ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഇതാണ് അവിടെ സ്റ്റാർ വണ്ടി, ഓഫ് റോഡിനെല്ലാം മെയിൻലി ഉപയോഗിക്കുന്ന വണ്ടി. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടപ്പം അതിലേക്കൊന്ന് ആക്കിയാലോ എന്നൊരാഗ്രഹം, ആ മോഡലിലേക്ക്. അങ്ങനെ ഓരോ തുടങ്ങി വെച്ചു. എൻ്റെ കയ്യിൽ പോലും നിന്നില്ല. ഞാൻ പ്രതീക്ഷയിനപ്പുറം കൈ വിട്ടുപോയി. ഞാനൊരു ചെറിയ ബഡ്ജറ്റാണ് ഉദ്ദേശിച്ച് വെച്ചിരുന്നത്. പക്ഷേ എൻ്റെ കൈ പൊള്ളി. ഇപ്പം നമ്മുടെ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് എങ്ങനെയാണ്, എവിടെ നിന്നാണ് തുടങ്ങിയത്, എന്താണ് ആദ്യം ചെയ്തത്? തുടങ്ങിയെന്ന് വെച്ചാൽ കംപ്ലീറ്റ് വണ്ടി അഴിച്ച് പീസാക്കി. ഒന്നേന്ന് ചെയ്സ് വേറെ, ബോഡി വേറെ മാറ്റി. പിന്നെ ഈ ക്യാബിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വേറൊരു ഷേപ്പാണ് വരുന്നത്. അകത്തേക്ക് കയറി ഇവിടെ കൊളുത്ത് വരുന്ന ഒരു രീതിയാണ്. നമ്മളതെല്ലാം കവർ ചെയ്ത് ക്ലോസ് ചെയ്തെടുത്ത് കുറച്ച് ബോഡിയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് വൈഡാക്കി. ഇതൊന്നും ഈ വണ്ടിക്ക് വരുന്നതല്ല. ഇതൊക്കെ ചെയ്തെടുത്തതാണ്. ഇത് സ്കോർപിയോയിൽ വരും. അവത്തിൽ നിന്നും കുറച്ചുകൂടി കസ്റ്റം വർക്ക് ചെയ്ത് അനിൽ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ഇവിടെ ചേട്ടനുണ്ട്. പുള്ളിയുടെ ഒരു കഴിവാണ് സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ വർക്ക്. ഞാൻ പോലും പറയാതെ ഞാൻ രാവിലെ ചെല്ലുമ്പോഴത്തേക്കിന് പുള്ളി തന്നെ പേപ്പറിലൊക്കെ ഓരോന്നും വരച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കും. പുള്ളിയുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുത്തുകൊണ്ടാണ് ആക്ച്വലി എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. എൻ്റെ ഒരു കാഴ്ചപ്പാടിനപ്പുറം എനിക്ക് ഹാപ്പി ആയിരുന്നു വണ്ടി. ഇതെല്ലാം ഞാൻ ഫൈബറിലൊക്കെ എനിക്ക് മോൾഡ് വേണേൽ കയറ്റി വെക്കാം. പക്ഷേ എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ പൊട്ടുകയോ ഒക്കെ ചെയ്യും. പക്ഷേ ഇതെല്ലാം മെറ്റലേ തന്നെ
പീസായിട്ട് പണിതെടുത്തുകൊണ്ടാണ് ആ ഒരു ഫിനിഷിങ് കിട്ടിയത്. വണ്ടി സ്ട്രോങ് ഒരു ബിൽട്ടായിട്ടും കിട്ടിയത്. പിന്നെ ഇത് ഓവർലാൻഡിൻ്റെയൊക്കെ ബമ്പർ ഈ സ്കോർപ്പിയോയ്ക്ക് വരുന്നതല്ല, ഇത് താറിന് വരുന്നതാണ്. പുതിയ മോഡൽ താറിൻ്റെ അത് കട്ട് ചെയ്ത് സ്യൂട്ട് ചെയ്ത് കസ്റ്റം വർക്ക് ചെയ്ത് എടുത്തതാണ്. അതും താറിന് വരുന്നതാണ്. പിന്നെ വേറെ പെർഫോമൻസ് സൈഡൊക്കെ ചെയ്തിട്ടുണ്ട്, ഇൻടേക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് BMCയുടെ. അപ്പം വീൽസ്, കൂപ്പർ ടയർസ്. ഇതിപ്പോൾ എത്ര ഇഞ്ച് വീൽസാണ് കിടക്കുന്നത്? 15 ഇഞ്ച് തന്നെയാണ് ഇതിന് സ്റ്റോക്ക് വരുന്ന. 16 വരുന്നത്. 15 ഇട്ടിട്ട് ഞാൻ ടയർ സൈസ് മാക്സിമം വലുതുള്ള ഇട്ടു. അപ്പം പിന്നീട് എന്തൊക്കെയാണ് ഇന്റീരിയറും കാര്യങ്ങളും? ഇന്റീരിയർ ബെൻസ് പഴയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഴയ 124ൻ്റെ സീറ്റിൽ കണ്ടല്ലോ, അത് കുഷ്യനിങ് കൂടാതെ അതിനൊരു സ്പ്രിങ്ങിൻ്റെയും കൂടി ഇതുണ്ട്. അപ്പോൾ ആ ഒരു ഫീൽ അത് കിട്ടാണ്ട് അതിൻ്റെ 124ൻ്റെ സീറ്റ് എടുത്തിട്ട് വീണ്ടും റീകുഷ്യനിങ് എല്ലാം ചെയ്ത് കയറ്റി. പിന്നെ മ്യൂസിക് സിസ്റ്റം എല്ലാം കൂടി അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ പിക്കപ്പുകൾ യൂസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ എന്താണ് അതിൻ്റെ എക്സ്പീരിയൻസും? പിക്കപ്പുകൾ ഞാൻ ഈ GMC Sierra സൗദി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിക്കപ്പ് വണ്ടികളോട് പ്രത്യേകിച്ച് ഒരു ഭയങ്കര മാൻലി ലുക്കാണല്ലോ, അതുകൊണ്ട് തന്നെ എടുത്തൊന്ന് പണിതാണ്. ഇപ്പോൾ പുതിയ ഹൈലക്സ് ഒക്കെ എടുക്കണേ 50 ലക്ഷം രൂപ ഒക്കെ വേണ്ടേ? അപ്പോൾ ഇത് ഞാൻ ആദ്യം ഈ വണ്ടിയെ കുറിച്ച് അറിയുന്ന സമയത്ത് ഞാൻ ചോദിച്ചായിരുന്നു, ഇതേപോലെ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇത് കൊടുക്കുന്നില്ല എന്ന്. പിന്നെ ഇതിപ്പോൾ കൊടുക്കാനുള്ള കാരണം അത് ഭയങ്കര വിഷമത്തിലാണ് പറയുന്നത്, പറയാതിരിക്കാൻ മേല. കാര്യം നിയമത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇത്ര ആഗ്രഹത്തിനൊക്കെ ഓരോന്ന് ചെയ്തിട്ട് റോഡിൽ ഓടിക്കാൻ മേല. എന്നെ പോട്ടെ, എത്രയോ ആൾക്കാർ, എത്ര യുവാക്കൾ, എല്ലാവരുടെയും ഒരു ഹരവല്ലേ, ഇതൊരു വികാരമോ വണ്ടി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇത്രയും ഹാർഡ് എഫോർട്ട് എടുത്ത് എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതൊക്കെ സത്യം എന്താ ദോഷം? എന്നാ റെജി എന്താ പറയാനുള്ളത്? ഇതും കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ഓവറായിട്ട് വെട്ടങ്ങൾ, ഓവറായിട്ട് ശബ്ദം ഉണ്ടാക്കി പോവുക, ശല്യപ്പെടുത്തി പോവുക, ഇതൊക്കെ ഓക്കെ പിടിക്കാം, നമ്മളെ കണ്ടാലും പിടിച്ചോളൂ. ഈ വണ്ടിക്ക് എന്താണ് ഇതും കൊണ്ടൊക്കെ വരുന്നത്? ഈ ലൈറ്റ് വേണേൽ മാറ്റാം, ലീഗലി അലൗഡ് ആക്കുവാണെങ്കിൽ ഞാൻ കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഞാനിപ്പോൾ എൻ്റെ നിവൃത്തിയോട് കൊണ്ട് ഈ വണ്ടി ഇപ്പോൾ സെയിലിനിട്ടേക്കും. ഞാൻ പണിത് ഇറങ്ങിയിട്ട് ഒരു 30 ദിവസമായിട്ടേ ഉള്ളൂ എല്ലാം കൂടി. ഞാൻ ഒരു പ്രവാസിയായിരുന്നു. ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഞാൻ 2 ബസ് എടുത്തു, പ്ലാൻ ചെയ്തു, ഒരു വണ്ടി വാങ്ങി. ഞാൻ വണ്ടി വാങ്ങിയിട്ട് 3-4 ദിവസമായപ്പോഴത്തേക്ക് ടൂറിസ്റ്റ് വണ്ടി, അന്ന് ഒരു വണ്ടി പോയി ആക്സിഡൻ്റ് ആയിട്ട് കളർ മാറ്റേണ്ടി വന്നു. അപ്പോൾ ആ ഫീൽഡിൽ ഞാൻ പരാജയപ്പെട്ടു. അങ്ങനെ ഓരോ ഓപ്ഷനുകളുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇക്കയുടെ ഈ വണ്ടി ഭ്രാന്ത് നേരത്തെ തൊട്ടുള്ള? എനിക്ക് പണ്ടേ ഉള്ള ഭ്രാന്ത്. ഞാൻ ഒമാനിൽ എനിക്ക് ചെറിയ യൂസ്ഡ് കാറിൻ്റെ ബിസിനസ് തന്നെ ആയിരുന്നു. ചെറുപ്പം തൊട്ടേ ക്രേസ്? പണ്ട് മുതൽ എനിക്ക് വീലും സ്റ്റിയറിംഗും ഉള്ള എന്ത് സാധനത്തോടും ക്രൈസാണ്. ഈ കുഞ്ഞിന്റെ കളിപ്പാട്ടം കണ്ടാലൂടെ എനിക്ക് അതിലൊരു ക്രൈസാണ്. പിന്നീട് ഇതിനകത്തിലേക്ക് വരുമ്പം എന്തൊക്കെയാണ് പിന്നെ ഉള്ള മാറ്റങ്ങൾ പ്രത്യക്ഷത്തിലുള്ള? ബോഡി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫോം സെൽ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡോക്ടർ നാനോ ടോർഷൻ ബാർ ചെയ്തിട്ടുണ്ട്, സ്റ്റെബിലിറ്റി കിട്ടാനുണ്ട്. ഇപ്പോൾ എത്ര ഹൈറ്റ് കൂടിയാലും വണ്ടി നമ്മൾ സ്പീഡിൽ ഓടിച്ചു വന്നിട്ട് വണ്ടിക്ക് എന്തെങ്കിലും ഷേക്കിംഗ് ഉണ്ട്. പിന്നെ നോർമൽ സ്കോർപ്പിയോ എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര ഒലച്ചിലുണ്ട്. ഇതിന് ഈ വണ്ടിക്ക് അങ്ങനെ ഒന്നുമില്ല. ഇത് ഇന്നോവ റോഡിൽ നിൽക്കുന്ന പോലെ നിൽക്കും വണ്ടി. നോർമലി ആ സമയത്ത് നമ്മളിപ്പം ഈ 2024 നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ വണ്ടിക്ക് കുറേ പോരായ്മകൾ കാണും. അതെല്ലാം മാറ്റി നിർത്തിയാലാണ് ഇപ്പോൾ പണി. പക്ഷെ എന്ന് പറഞ്ഞാലും ഞാൻ പജേറോ, ഫോർച്യൂണർ ഇതെല്ലാം ഫാനാണ്. നമ്മളെല്ലാ വണ്ടിയും ആരാധന. ഇന്ത്യയിലുണ്ട്, പജേറോ ഉണ്ട്, ഫോർച്യൂണറും ഉണ്ട്, ലാൻഡ് ക്രൂസർ 100 സീരീസും ഉണ്ട്. എന്നിരുന്നാലും കട്ടറിലൊക്കെ ചവിട്ടാതെ വിട്ടു പോകാവുന്നൊരു വണ്ടിയാണ് ഈ സ്കോർപ്പിയോയുടെ ഗെറ്റവേ. കുഴി ചവിട്ടണ്ട, ഇതിനകത്തിരുന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതെ, ആ സമയത്ത് ഇതിപ്പം സ്റ്റോക്ക് കണ്ടീഷനിലും അത് സ്റ്റോക്ക് കണ്ടീഷനിലല്ലായിരുന്നു. സ്റ്റോക്ക് കണ്ടീഷനിൽ ഈ വണ്ടി ഭയങ്കര ഒരു കുലുക്കമാണ്, ഒലച്ചിലാണ്. വണ്ടി ഒന്ന് എടുത്ത് പണിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ പെട്ടെന്ന് ആളുകൾ കാണുമ്പോഴത്തേക്ക് വിചാരിക്കുന്നത് ഇപ്പൊ 2025 വെച്ചിട്ടായിരിക്കുമല്ലോ, 24 വെച്ചിട്ടായിരിക്കുമല്ലോ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. പക്ഷെ ആ വണ്ടി അന്നത്തെ കാലത്ത് ഇപ്പൊ 2010 ഇത് മോഡിഫൈ ചെയ്തിട്ട് ഈ രീതിയിൽ എത്തിച്ചു. പുതിയ വണ്ടികളെല്ലാം ഇത് കഴിഞ്ഞിട്ട് എംഹോക്ക് ഇറക്കി. എംഹോക്കിലെല്ലാം സെൻസറുകളാണ്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വെള്ളത്തിൽ മുക്കി കയറ്റി എടുത്തോണ്ട് പോകാം, കുഴപ്പമില്ല. ഒരു സ്നോർക്കലൂടി കൊടുത്താൽ മതി. അതെ, പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ കണ്ടിട്ടില്ല, നമ്മൾ വീഡിയോയിൽ കാണാം, എല്ലാം വെള്ളത്തിൽ ഇറങ്ങുന്ന കാണാം, തിരിച്ച് ടോ ചെയ്തായിരിക്കും കയറുന്നത്. സ്നോർക്കൽ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം അതുവരെ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ സീനാവുന്നത്, സ്റ്റോക്കിൽ വണ്ടിക്ക് ഇല്ലാന്ന് പറഞ്ഞിട്ട് അതും സീനാവുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സിസ്റ്റത്തിനെതിരെ ഒന്നും പറയാനില്ല. എതിരല്ല, എനിക്ക് പറയുന്നതുകൊണ്ട് ദോഷമാണെന്ന് അറിയില്ല. ഗണേഷ് കുമാർ സാറ് വരുമ്പോഴായിരുന്നു ശരിക്കും നാട്ടിലെ യുവാക്കൾ ആഘോഷിച്ചു. സാറ് വന്നപ്പോൾ ശരിക്കും ഞാനൊക്കെ മനസ്സുകൊണ്ട് രക്ഷപ്പെട്ടല്ലോ എന്നായിപ്പോയി. പക്ഷേ വീണ്ടും അദ്ദേഹത്തിനും പ്രഷർ കാണും മേളിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ സഞ്ജു ടെക്കിയപ്പോഴുള്ളവന്മാരോടൊക്കെ നല്ല ഒരു പബ്ലിക്കായിട്ട് തെറി വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ
ഇവനൊക്കെ കാരണം ബാക്കിയുള്ളവർക്ക് വരുന്ന ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരും ഇതേപോലെ വണ്ടി ഇഷ്ടപ്പെട്ട് വണ്ടിയെ പൊന്നുപോലെ നോക്കുന്നവർക്കൊക്കെയാണ് ഇതിന്റെ വിഷമങ്ങൾ മനസ്സിലാകത്തുള്ളൂ. സത്യമാണ്. ഈ MBD ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്നവർ പോലും വണ്ടിയോട് താല്പര്യമുള്ളവരാ. എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവർക്കും ഇതിനോടൊരു ഇതാ, അവർക്കും ഹൈ പ്രഷറാണ്. ഇവനൊക്കെ ഈ തോന്നിവാസം കാണിച്ചിട്ട് അതൊക്കെ എന്തോ ഡേഞ്ചർ പരിപാടി കാണിച്ചേ. അപ്പോൾ അത് അവർ നോക്കും. ഇപ്പം സ്വമേധയാ കോടതി കേസ് എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ അത് എന്തോ റിസ്ക് ഉള്ള ഫാക്ടറാണ് ചെയ്തിരിക്കുന്നത്. അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ കാരണത്താൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ബാക്കി വണ്ടിയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ഒരു പിക്കപ്പ് കയ്യിലുണ്ടെങ്കിൽ, ഒരു ഗെറ്റവേ കയ്യിലുണ്ടെങ്കിൽ എന്താണ് സ്റ്റോക്കിൽ നിന്ന് എന്താണ് ആദ്യം ഒരാൾ ചെയ്യേണ്ടത്? എന്ത് ഓഫ് റോഡ് കേപ്പബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്? ഓഫ് റോഡും അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് കുറച്ച് പോരായ്മകളുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ പിക്കപ്പ് പോലുള്ള വണ്ടികളിലൊക്കെ വരുന്ന സസ്പെൻഷനൊക്കെ ഒന്നെങ്കിൽ ഹാർഡായിരിക്കും, അല്ലെങ്കിൽ സ്കോർപ്പിയോയിലൊക്കെ വന്നപ്പം സോഫ്റ്റ് ആയിരുന്നു. മെയിൻലി നമ്മൾ ആദ്യം സസ്പെൻഷൻ ചേഞ്ച് ചെയ്യുക. അപ്പോഴേ ഈ വണ്ടിക്ക് നമുക്ക് റോഡിലുണ്ടാകുന്ന ബോഡി റോളൊക്കെ മാറി കിട്ടും. വണ്ടി അത്യാവശ്യം സ്റ്റിഫാവും. പിന്നെ വേറെ ടോർഷൻ ബാറൊക്കെ കൂട്ടി അത് എക്സ്ട്രീം ഓഫ് റോഡിനൊക്കെ നല്ലതാണ്. പിന്നെ ചെയ്യേണ്ടത് ഇതിപ്പോൾ MT ടയറാണല്ലോ, മഡ് ടയറാണല്ലോ, ഒരു ഓൾ ടെറൈൻ ടയറെങ്കിലും അത്യാവശ്യം ഒരു ഓഫ് റോഡിന് പോകാനായിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. സ്റ്റോക്കിൽ നിന്ന് ഇച്ചിരി അതിന് ഹൈറ്റും കൂടെ ഉള്ളത് കിട്ടിയാൽ നല്ലത്. ഇതിനെന്തൊക്കെ പോരായ്മകളായിരുന്നു ഇക്കയ്ക്ക് തോന്നിയിരുന്നത്? ഇതിൻ്റെ സ്കോർപ്പിയോയുടെ മെയിൻ റീസൺ നല്ല വളം എടുത്താൽ വണ്ടി മറിയുന്ന ഫീല് വരും. അതെല്ലാം മാറ്റി സസ്പെൻഷൻ ടോർഷൻ ബാർ ഇട്ടപ്പോഴേ ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞാൻ സസ്പെൻഷനിൽ തന്നെ 2 ഇഞ്ച് ലിഫ്റ്റ് ഉണ്ട്, പിന്നീട് ബോഡി ബുഷയിലും ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ തന്നെ എനിക്ക് വണ്ടി എൻ്റെ കയ്യിലായി. അതായിരുന്നു ബേസിക്കലി ഉള്ള ഒരു ആദ്യം ഫേസ് ചെയ്ത കുറച്ച് അതേ ഉള്ളൂ ഈ വണ്ടിയുടെ ഒരു ബുദ്ധിമുട്ട്. അത് മാറിക്കഴിഞ്ഞാൽ ഈ വണ്ടി സൂപ്പറാണ്. ഇത് ഓഫ് റോഡിലൊക്കെ ഭയങ്കര ഗ്രിപ്പിംഗ് ആണ് വണ്ടി. ഓഫ് റോഡിലൊക്കെ വേറെ ലെവലാണ് വണ്ടി. പെർഫോമൻസ് ഉണ്ട്. ഞാൻ അത്യാവശ്യം ഇഞ്ചിനൊന്നും തിരിഞ്ഞ് നോക്കണ്ട. CRD ഇഞ്ചിൻ നമ്മുടെ താറിന് 2020 വരെ വന്നുകൊണ്ടിരുന്നത്. ഇനി പെർഫോമൻസ് കൂടണമെങ്കിൽ റീമാപ്പ് ചെയ്യാം, എന്ത് ഓപ്ഷനും ഉണ്ട്. ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ഓൾറെഡി സെറ്റാണ്. ടർബോ ഒക്കെ നല്ല പവർഫുൾ ആയിട്ട് നോക്കും. മെയിൻ്റെനൻസ് പരമായിട്ട് എങ്ങനെയുണ്ട് വണ്ടി? മെക്കാനിക്കലി ഇത് പണികളൊന്നും വരാറില്ല. നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ വേണ്ട സർവീസും കാര്യങ്ങളും ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ ബുഷ് കാര്യങ്ങൾ, സസ്പെൻഷൻ ഇങ്ങനെയുള്ള പണിയൊന്നും ഇതിനെ തിരിഞ്ഞ് നോക്കാനില്ല സത്യത്തിൽ. വല്ലപ്പോഴും ഒക്കെ വല്ല സൗണ്ടൊക്കെ വന്നാൽ അപ്പോൾ പോയിട്ട് ആ ബുഷ് മാറിയാൽ മതി. ഓക്കെ, ഈ പിക്കപ്പിൻ്റെ കൾച്ചർ ഇവിടോട്ട് അധികം വന്നിട്ടില്ലേ? അത് വെളിരാജ്യങ്ങൾ, ഞാനിപ്പോൾ പുറത്തായിരുന്നുകൊണ്ടായിരിക്കും എനിക്ക് അതിനോട് കൂടുതൽ ക്രൈസ് തോന്നിയത്. പിന്നെ മെയിൻലി നമ്മുടെ മനസ്സിലെ ചിന്താഗതി തന്നെ ഫാമിലി ആയിട്ടൊന്ന് ഔട്ടിങ്ങിന് പോകാം, വീക്കെൻഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, ഫ്രണ്ട്സായിട്ടൊക്കെ പോകാം. അപ്പോൾ അതിനൊക്കെ ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ ആണല്ലോ ഇത്. അപ്പം ആ ഒരു പർപ്പസ് ഉദ്ദേശിച്ചെടുത്തതാണ്. പക്ഷെ നമുക്കിവിടെ അതിനുള്ള സംവിധാനമൊന്നുമില്ല. നമുക്ക് പല നല്ല നല്ല സ്ഥലങ്ങൾ നേരത്തെ പൊയ്ക്കൊണ്ടിരുന്നിടമൊക്കെ ആണല്ലോ ഇപ്പം എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് അവിടേക്ക് സന്ദർശകരെ അലൗഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറ്റില്ല, അത് തന്നെ വേറെ, അത് തന്നെ കറക്റ്റ്. അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ വണ്ടി അധികം ആ സമയത്ത് സെയിൽസും കാര്യങ്ങളും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ വെളിയിൽ നല്ല രീതിയിൽ സെയിൽസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പോഴാണ് ആൾക്കാർ ഈ രീതിയിലേക്ക് വന്നത്. ഇപ്പൊ ആൾക്കാർക്ക് ആ പുറത്തേക്ക് പോയിട്ട് വന്നിട്ട് എന്താണെന്നറിയാം, ഇപ്പൊ 50 ലക്ഷം രൂപ ഹൈലക്സ്, എത്ര വണ്ടിയാ റോഡില്, ഇസൂസു എത്ര വണ്ടിയാ. അന്നൊക്കെ ഈ ഓപ്ഷനിൽ അതേ സെയിം കാര്യങ്ങൾ ചെയ്ത് അന്ന് ഇറക്കാവുന്ന ഏറ്റവും നല്ല വണ്ടികളായിരുന്നു ഇതൊക്കെ. ഇത് ബൊലേറോയുടെ ക്യാമ്പർ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അന്ന് ആൾക്കാർക്ക് അത്രത്തോളം ഒരു ചിന്താഗതി വന്നില്ല. കാര്യം ആ സമയത്ത് പറയാൻ പറ്റത്തില്ല. ആൾക്കാർ വിചാരിക്കുന്നത് അയ്യോ ഒരു പിക്കപ്പോ, നമുക്കൊരു കാർ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ പെട്ടെന്ന് ആ ഒരു സമയത്ത് നല്ല കാറുകളായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇപ്പൊ എനിക്കൊന്നും ഡിമാൻഡ് ഉണ്ടെന്ന് തോന്നില്ലേ? ഇപ്പൊ ഇതിന് ഡിമാൻഡ് ഉണ്ട് ആക്ച്വലി. ഇത് റെയർ ആയിട്ട്, ഒന്നാമത് 4 വീൽ വണ്ടികൾ റെയറാണ്. പിന്നെ പ്രൈവറ്റിൽ കിട്ടാൻ പാടാ, അങ്ങനെയൊക്കെ ഒരു ഡിമാൻഡായിരുന്നു. ഇതിപ്പോഴും സ്റ്റോക്ക് ആക്കിയാൽ എനിക്ക് കൊണ്ട് നടക്കാം. പക്ഷെ എനിക്കിത് സ്റ്റോക്ക് ആക്കുന്നവർ ചിന്തിക്കാൻ പറ്റില്ല. കാര്യം ഇനിയും സാമ്പത്തിക നഷ്ടം, പിന്നെ എൻ്റെ മനസ്സിൻ്റെ വിഷമം, എനിക്ക് പറ്റില്ല അത് ചെയ്യും. അതിന് ലക്കുള്ള ഒരാളും കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഭാഗ്യവാന്മാരത് ഉപയോഗിക്കട്ടെ, അത്രയേ ഉള്ളൂ പറയാൻ. ഇഷ്ടം കൊണ്ട് പണത് എന്താ ചെയ്യാനാ. ഞാൻ ഇത് ഒരിക്കലും കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് അതേപോലെ ഞാൻ ബിൽഡ് ചെയ്തെടുത്തത്. ഞാൻ നല്ല വിഷമത്തിലായത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കും. പ്രാചീനൊക്കെ ഒരു വണ്ടി സ്വന്തം ഇഷ്ടത്തിന് പണിഞ്ഞെടുക്കണമെങ്കിൽ എത്രത്തോളം വണ്ടിപ്രാന്തനായിരിക്കണമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നത്. ഇത് ഫുള്ള് പണിയുന്ന പഴയ ഫോട്ടോസും ഒക്കെ ഞാൻ കാണിച്ചു തരാം, നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം. ഞാൻ രാത്രി പലപ്പോഴും കിടക്കുമ്പോൾ 3 മണിയാകും. ഞാൻ ഫോണിലൊക്കെ നോക്കി ഓരോരോ കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും ഞാൻ ഓരോ പ്ലാനായിട്ട് ചെല്ലും. കളർ തന്നെ എത്ര വട്ടം ആദ്യം ഫുൾ ബ്ലാക്ക് അടിക്കാനായിട്ട് ഈ വണ്ടിയുടെ റൂഫിലെ ഈ ബ്ലാക്ക് വണ്ടി ഓൾറെഡി കുറച്ച് ബ്ലാക്ക് അടിച്ചതാ. പിന്നീട് ഞാൻ കളർ മാറ്റും. എത്ര കളർ ഈ വണ്ടി അടുപ്പിച്ചെന്നറിയാം. ഫുള്ളായിട്ടല്ല, ഓരോ പീസുകളിൽ ലാസ്റ്റൊക്കെ സെലക്ട് ചെയ്തത്. പക്ഷേ ബാക്കിലേക്ക് വരുമ്പം ബാക്കിൽ ഇത് ന്യൂ ഷേപ്പിൻ്റെ ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനല്ല വരുന്നത്.
ഇത് ഉള്ളിലേക്ക് കയറിയിട്ടൊക്കെ വരുന്നത്. ഇതിങ്ങനെ കസ്റ്റം ചെയ്തെടുത്തതാണ്. പിന്നെ ഓഫ് റോഡ് ബമ്പർ ചെയ്തിട്ടുണ്ട്. പിന്നെ അകം ഫുള്ള് ഞാൻ അലൂമിനിയം ആക്കിയിരിക്കുക, കംപ്ലീറ്റ് ഫുൾ അലൂമിനിയം ആക്കി. ഇപ്പം അതിന് നമ്മൾ കോസ്റ്റ് ഇതിലേക്ക് വരാം. എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിനകത്തിൽ ഓരോന്നിൻ്റെ പൈസ കാര്യങ്ങൾ? അത് സത്യം പറഞ്ഞാൽ അങ്ങനെ കണക്കൊന്നും നോക്കിയിട്ടില്ല. ഞാനിത് 1 വർഷത്തോളം എടുത്ത കാരണം ഞാൻ അങ്ങനെ എഴുതി വെച്ചില്ല. അങ്ങനെ എനിക്ക് കറക്റ്റ് കണക്കില്ല. പക്ഷേങ്കിൽ ഒരു 5 രൂപ താഴെ എനിക്ക് പണിയാൻ മാത്രമായിട്ടുണ്ട്. ഒരു 4 to 5 lakh rupees പണി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് തള്ളാന്ന് ആൾക്കാർ പറയുമായിരിക്കും. എനിക്ക് വിഷയമില്ല, എന്നാലും എനിക്കത് അത്രയും പൈസയൊക്കെ ആയിട്ടുള്ള വണ്ടി. ഇതെല്ലാം നിസാരം ഈ നോക്കിക്കഴിഞ്ഞാൽ ക്യാബിനകത്ത് പാച്ച് ചെയ്തപ്പോൾ തന്നെ എനിക്ക് 10-30 രൂപയായത്. ഇത് മറ്റേ ബസ്സിനകത്ത് വരുന്ന അലൂമിനിയം തകട് കനം കൂടിയത് മാക്സിമം ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ലൈഫ് ടൈം ഉപയോഗിക്കാനുള്ള ഒരു ഇതായതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയില്ല. മെയിൻലി എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എനിക്കൊരു ഓഫ് റോഡ് ഉദ്ദേശമായതുകൊണ്ട് പജേറോ ഫോർച്യൂണറൊക്കെ ആകുമ്പോഴും ഒരു 10-15 ലക്ഷം രൂപ 12 ലക്ഷം രൂപയൊക്കെ അത്ര ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ വണ്ടിയിൽ ഇത്രയും പൈസ ഇറക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാം. അവിടെ കിടന്നോളും, വർത്താണ് ഈ വണ്ടി. അതുകൊണ്ട് ഞാൻ 3-4 ലക്ഷം രൂപ നോക്കിയില്ല, ഞാനങ്ങ് പണിതാണ്. ഇപ്പം പിന്നെ ടയേഴ്സും അലോയ്സ്, അപ്പം അതിൻ്റെയൊക്കെ പ്രൈസ്, ബമ്പേഴ്സ്, അതിൻ്റെയൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ടയർ കൂപ്പറിൻ്റെ ആയിരുന്നു. കൂപ്പർ ടയർസ് എനിക്ക് നന്നങ്ങാണ്ട് ഒരു ടയറിന് തന്നെ 28-25 റേഞ്ചിൽ ഒരു ടയറിന് തന്നെ വരും. അത് തന്നെ 1 ലക്ഷം രൂപ. ഒരു സ്റ്റെപ്പിനിയും കൂടെ ഉണ്ട്, 1.25 ലക്ഷം രൂപ ആയിട്ടുണ്ട്. പിന്നെ അലോയ്സ് അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല. അലോയ്സ് ഒരു 25 രൂപ റേഞ്ചൊക്കെ ഉള്ളായിരുന്നു. ഇഞ്ചൻ ബേയിൽ ഓൾറെഡി ഈ വണ്ടിക്ക് പെർഫോമൻസ് ഉണ്ട്, നല്ല ടർബോ പെർഫോമൻസ് എല്ലാം കിട്ടുന്ന ഒരു പവർഫുൾ ഇഞ്ചൻ ആണല്ലോ. വേണേൽ റീമാപ്പ് ചെയ്യാം, ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അതിനുള്ളൊരു ആവശ്യം തോന്നിയില്ല. ഓൾറെഡി നല്ല പവറുണ്ട്. പിന്നെ ഞാനൊരു BMC പവർ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്, ഇൻടേക്ക്. അതും ഒരു എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രീ പൈപ്പായിട്ട്. BMC ഇൻടേക്ക് 18 രൂപ, ഫിറ്റിംഗ് അടക്കം 20 രൂപ. പിന്നെ എക്സോസ്റ്റിൻ്റെ വേറെ, അത് ജിത്തു ആണ് ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഓവറോൾ സെറ്റപ്പ് കാര്യങ്ങൾ, സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എത്രയായിരുന്നു പ്രൈസ്? സസ്പെൻഷൻ ഇപ്പോൾ ഫോം സെല്ലിൻ്റെ സസ്പെൻഷൻ ആയിരുന്നു, 2 ഇഞ്ച് ലിഫ്റ്റഡ് ആണ്. പിന്നെ ടോർഷൻ ബാർ സസ്പെൻഷൻ എനിക്ക് തോന്നുന്നു 70K അടുത്താണ്. ടോർഷൻ ബാറിന് 35-30 താഴെ, അങ്ങനെ കറക്റ്റ് അല്ല കേട്ടോ പറയുന്നത്, എനിക്കൊരു ഊഹം വെച്ചിട്ട് 1 വർഷം അടുത്തായില്ല. കറക്റ്റ് MRP പ്രൈസ് അങ്ങനൊന്നും അല്ല ഞാനീ പറയുന്നത്, എനിക്ക് ഒരു തോന്നുന്നൊരിതാണ്. അപ്പോൾ ഇത് 24,000 രൂപയായിരുന്നു. ഓവർലാൻഡിൻ്റെ ആണ്, താറിൻ്റെ ആണ്. ഇതിന് എനിക്ക് തോന്നുന്നു 9-10 രൂപ മറ്റേ ലൈറ്റ്. പിന്നെ വണ്ടിയുടെ മേലെ വെച്ചേക്കുന്ന ക്യാരിയറിനുണ്ട് 22 രൂപ അടുത്ത വിലയുണ്ട്. അതിൽ ഓവർലാൻഡിൻ്റെ തന്നെ ബ്രാൻഡാണ്. 2 ഇഞ്ച് ബോഡി ലിഫ്റ്റാണ്. അത് കൂടാതെ ബോഡി ബുഷിങ്ങിലും പൊക്കിയിട്ടുണ്ട്. ഓവറോൾ അപ്പോൾ കോസ്റ്റിന്റെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് പുറമേ ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക്. ഇതൊന്നും അല്ല കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇപ്പം ഇന്റീരിയർ സെറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തെടുത്ത് 42,000 രൂപ ബില്ലായിരുന്നു. സ്പീക്കറുകൾ, റിവേഴ്സ് വൈഡ് ക്യാം, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പൈസ ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ, പക്ഷേങ്കിൽ ആഗ്രഹം കൊണ്ട് എങ്ങനെയും ഇത് ഫിനിഷ് ആക്കാനായിട്ട് എല്ലാവർക്കും ഉണ്ട് ടൈറ്റ്, പക്ഷേങ്കിൽ ആഗ്രഹം സാധിക്കുക, അത്രയേ ഉള്ളൂ. അതാണല്ലോ ഒരു വണ്ടി. പിന്നെ ഇന്റീരിയറിൽ നമ്മൾ കാര്യമായ മാറ്റങ്ങൾ, സീറ്റാണ് മെയിൻലി. ഇത് മെർസിഡീസ് 124 W124ൻ്റെ സീറ്റാണ്. ഇതിന് കുഷനിങ് മാത്രമല്ല, ഇതിൽ സ്പ്രിങ്ങിങ് കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ആക്ഷനിങ് കിട്ടും. പിന്നീട് എന്താണെന്ന് വെച്ചാൽ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉള്ളു, അധികമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ മെയിൻലി ഒരു കാര്യം ചെയ്തേക്കുന്നത്, ഇതിന് 4 വീൽ വരുന്ന സ്വിച്ചയിലാണ്. ഇത് പുതിയ മോഡൽ വണ്ടികളുടെ മോഡലാണ്. എനിക്കൊരു പഴയ ഫീലാണ് ഇഷ്ടം, ആ ഗിയറൊക്കെ ഇടുന്ന ടൈപ്പ്. അത് നമുക്കൊരു ഓഫ് റോഡൊക്കെ ഒരു ഫീല് കിട്ടാൻ. അപ്പോൾ ഞാനതെല്ലാം പ്രത്യേകം അതിനെക്കുറിച്ച് പഠിച്ച് അത് ഇതിൽ എനിക്ക് ഇങ്ങനെ സ്കോർപ്പിയോയിലായാലും ഇത് ലിവർ ആക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സ്വിച്ച് ടു ലിവറിലേക്ക് ആക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാണുമായിരിക്കും. പക്ഷേ ഇതെന്തായാലും ഇത് ചെയ്തയാൾ പുതിയതായിട്ട് പഠിച്ച് ചെയ്തതാണ്. അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ എനിക്കുള്ള ഐഡിയ പറഞ്ഞു, ബാക്കി പുള്ളിയുടെ ഐഡിയ വെച്ച് പുള്ളി ചെയ്തു തന്നു. എന്തായാലും അടിപൊളി. ഞാൻ എൻ്റെ ബൊലേറോയിൽ ചെയ്തായിരുന്നു. ബൊലേറോ എൻ്റെ കയ്യിൽ 4 വീൽ വണ്ടി വരുന്നത് സ്വിച്ചായിരുന്നു, അതും മാറ്റി ഇതേപോലെ ആക്കി. പക്ഷേ ഇതിന് വേറൊരു സിസ്റ്റമായിരുന്നു. ഇതിപ്പം നമുക്ക് നോർമലി പുതിയ മോഡൽ താർ പോലെ 4H ന്യൂട്രൽ 4 ലോ, ഇങ്ങനെ സ്ട്രെയിറ്റ് തന്നെ, ഈസിയാണ്, ഈസി ഹാൻഡിൽ ചെയ്യാൻ ഈസി. പഴയ നമ്മുടെ KMT90 ഗിയർ ബോക്സ് പോലെ U ടൈപ്പിലൊന്നും ഇടണ്ട. എനിക്കതൊക്കെ ഇഷ്ടം ആക്ച്വലി.
ചെയ്തിരിക്കുന്നത്. ഇത് സിമ്പിൾ ആണ്, ആർക്കും ഹാൻഡിൽ ചെയ്യാം. അത് ചെയ്യാൻ വലിയ കോസ്റ്റ് ആയിരുന്നോ? അത് ചെയ്യാൻ കോസ്റ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം. അതൊരു 10-25,000 രൂപ ചെലവ് വരുന്ന പരിപാടി. പിന്നെ ഓവറോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് റൈഡ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം എങ്ങനെയുണ്ട്? വണ്ടി എത്ര സ്പീഡിൽ കയറിയാലും നമ്മൾ ഈ ടോർഷൻ ബാറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ വണ്ടി കയ്യിൽ നിന്ന് പോകില്ല. ലിഫ്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോകില്ല, വണ്ടി ഇങ്ങനെ നിന്നോളും. പിന്നെ കണ്ടില്ല എക്സോസ്റ്റ് തിരിച്ച് ടർബോ, ആ സൗണ്ടൊക്കെ എനിക്ക് ഭയങ്കര വികാരം. എനിക്ക് വണ്ടി മ്യൂസിക് സിസ്റ്റം ഇതിനകത്തെല്ലാം ചെയ്തിട്ടുണ്ട്, എന്നിരുന്നാലും എനിക്ക് അതിലൊക്കെ ഇഷ്ടം ഈ വണ്ടിയുടെ സൗണ്ടുകൾ. വണ്ടി പ്രാന്തനാണല്ലോ. ആ ഒരു സൗണ്ട് കാല് കൊടുത്തിട്ട് എടുക്കുമ്പോൾ ഷൂ എന്നുള്ള സൗണ്ട്, ഓ എൻ്റെ പൊന്നെ എനിക്ക് കുളിരാകും. അതാണ് എൻ്റെ സന്തോഷം. സ്റ്റോക്കിൽ നിന്ന് വരുമ്പോഴത്തേക്ക് റൈഡ് ക്വാളിറ്റി നല്ല രീതിയിൽ വ്യത്യാസം വരുത്തിയിട്ടില്ലേ? സ്റ്റോക്ക് വണ്ടിക്ക് അത്ര രീതിയിൽ റൈഡ് ക്വാളിറ്റി ഇല്ലല്ലോ. സ്റ്റോക്ക് വണ്ടിക്ക് അതിൻ്റെ ആയിട്ടുള്ള വേറൊരു രീതി. ഇതിപ്പോൾ ഇത്രയും വലിയ ടയറും കാര്യങ്ങളൊക്കെ നോർമൽ സസ്പെൻഷൻ ഇട്ട് കഴിഞ്ഞാൽ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തോ വലിയ ഭാരം എടുത്ത് വണ്ടി ചുമക്കുന്ന പോലെ. ഇതിപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നുണ്ട്. ഈ വലിയ ടയറായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഈ വണ്ടിക്ക് അത് യാത്രയായിട്ട്? ഓൺ റോഡിലാണ് നല്ല എത്ര വീശി കഴിഞ്ഞാലും കണ്ടോ വണ്ടി സ്കോർപ്പിയോ ആണെങ്കിൽ ഇങ്ങനെ മറിയാൻ പോകുന്ന ഫീൽ. ഇതിന് അങ്ങനെ ഒന്നുമില്ല. ഒന്നാമത് 124 സാധനം ഇപ്പോൾ സ്കോഡ സൂപ്പർബിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടാം, അവൈലബിലിറ്റി. ഈ 124 പാർട്സിന് ഇതിനേക്കാൾ കൂടുതൽ ആവശ്യക്കാരാണ്. ഇപ്പം റീസ്റ്റോർ ചെയ്ത് ഒരുപാട് യുവാക്കൾ വരുന്നുണ്ട്, പഴയ വണ്ടികൾ പണിത് വരുന്ന കാരണം ഇതിന് സാധനം കിട്ടാൻ പാടാ. അപ്പോൾ ഇതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടി ഒപ്പിച്ചെടുത്തതാണ്. ഇതിന് പുറകാണെന്നുണ്ട്, ഈ സീറ്റിൻ്റെ പുറകെ തന്നെ എനിക്കൊന്ന് ഒരാഴ്ച മേലെ ഞാൻ ഓടിയിട്ടുണ്ട്. റോഡിലൂടെ പോകുന്നത് എനിക്ക് പേടി, ഈ വണ്ടി ഇങ്ങോട്ട് പോകാൻ തന്നെയാണ്. ഞങ്ങൾ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിക്കോളാവേ. അതെ, നിങ്ങളുടെ അങ്ങനെ ആരും ഒരുവിധം ആരും അങ്ങനെ ഉപദ്രവിക്കാനുള്ള മൈൻഡൊന്നും ഇല്ല. ഞാനത് എൻ്റെ നമ്പർ പ്ലേറ്റ് മറക്കണ്ടെന്ന് പറഞ്ഞു. എന്നാന്നറിയോ, അങ്ങനൊന്നും ചെയ്യാൻ ആൾക്കാരെ കൊണ്ട് പറ്റില്ല, അങ്ങനെ ഉപദ്രവിക്കാൻ. ഒരാളെ ഉപദ്രവിച്ചിട്ട് എന്തോ കിട്ടാനാ? അതെ, ശാന്തി സമാധാനം ആ രീതിയിൽ. കണ്ടോണേ, അത്യാവശ്യം നമ്മുടെ കുഴിയൊക്കെ ആണല്ലോ ഈ കാണുന്ന റോഡില്. നമ്മൾ എന്തെങ്കിലും അറിഞ്ഞോ? ഭയങ്കര റോഡ് റെസ്പോൺസാ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്നാമത്തെ കാര്യം ഏതവനാടാ ഇപ്പോൾ ഈ മോഡിഫൈ ചെയ്ത വണ്ടി നടക്കുന്നതെന്ന് ഓർത്തിട്ടായിരിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ചങ്ങനാശ്ശേരി വണ്ടിയായിട്ട് പോകുമ്പോഴത്തേക്കിന് എൻ്റെ മനസ്സിൽ മുഴുവൻ, എനിക്കറിയില്ല, ഈ വണ്ടിക്കകത്ത് കിലോ കണക്കിന് സ്വർണം കൊണ്ടുപോകുന്നതിന് പോലും ഇത്ര റിസ്ക് കാണത്തില്ല. ഞാൻ പേടിച്ച്, പോലീസ് വരുന്നു, ഞാൻ റോഡ് സേഫ്റ്റി കിടക്കുന്നു, MBDയുടെ വണ്ടി എന്നെ കാണാതെ കിടക്കുന്നു. എൻ്റെ പൊന്നെ ടെൻഷൻ അടിച്ച് ചങ്ങനാശ്ശേരി വരെ പോയിട്ട് ഞാൻ തിരിച്ച് വീടെത്തിയിട്ട് ഞാൻ നേരെ ഈ വണ്ടി കൊണ്ടുപോയി അവിടെ ഇട്ടത്. പിന്നെ ഇന്നിപ്പോൾ നിങ്ങൾ വിളിച്ചപ്പോഴേ പേടിച്ചിട്ട് എൻ്റെ ഇല്ല 10-25,000 രൂപ 20,000 രൂപയൊക്കെ ഫൈൻ അടയ്ക്കാൻ പറയുമ്പോഴേ നമ്മുടെ ചങ്ക് പൊളിയും. താങ്ക് യു. വണ്ടി കൊണ്ട് വന്ന് ഈ ഇത്ര റിസ്ക് സിറ്റുവേഷനിലും നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിനെല്ലാം താങ്ക് യു. അപ്പം നമുക്കിനി വേറെ അടുത്ത വീഡിയോസ്, അടുത്ത വണ്ടികൾ, ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്. നമുക്കതെല്ലാം ആയിട്ട് നമുക്ക് ഒന്നുകൂടെ കാണുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്ക്